കീർത്തി, എന്ത് സർ? ആരാണ് ഇത് പടച്ചു വിട്ടതെന്ന് പറയൂ. ഇത് ഉറുമി എന്ന സിനിമയിലെ പാട്ടാണ്. കൈതപ്പുറം ദാമോദരി നമ്പൂതിരി സർ. നമ്പൂതിരി സാമൂതിരി നമ്പൂതിരി നല്ലതാണ്. അണ്ണാച്ചിയുടെ പേരൊക്കെ മാറ്റി പറയുന്നുണ്ട്. പറഞ്ഞോ. മ്യൂസിക് ചെയ്തേക്കുന്നത് കൈതപ്പുറം സാറാണ്. എപ്പോ? അപ്പൊ ദീപക് കോപ്പി അടിച്ചതാ അതല്ലേ? പാവം തിരിഞ്ഞുപോയി, കൺഫ്യൂഷൻ ആക്കല്ലേ. പാടിയതല്ലേ ദീപക്? അല്ലേ? അല്ലല്ല, പാടിയത് നമ്മുടെ സ്വന്തം മഞ്ജരി ചേച്ചിയാണ്. എന്താ ചെയ്ത്? സാറ് മ്യൂസിക് ചെയ്തു, ലിറിക്സ് ചെയ്തേക്കുന്നത് കൈതപ്പുറം സാറാണ്. സാമൂതിരി നമ്പൂതിരിയാണ് ലിറിക്. ഈ നടക്കണ്ടെന്ന് തന്നെയാണോ പഠിച്ചത്? നട നട അന്ന നട കണ്ടെത്തിയും മുടിയടിക്കും. നട കണ്ട നട കണ്ട അന്ന നട കണ്ട തെയ്യം മുടിയഴിക്കും. അതാണ് നട കണ്ട തെയ്യം മുടിയഴിക്കും. അന്ന നട കണ്ട ഒരു ഇച്ചിരി ദീർഘം ഫീൽ ചെയ്യണം കേൾക്കുന്നവർക്ക്, കേട്ടോ. ഓക്കെ സർ. അതിന്റെ ബാക്കിയൊക്കെ പറഞ്ഞു. ഇത് ആ ഒരു ഇതിനകത്ത് ആ നോക്കാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാണ്ടിരുന്നത്. അവസാനത്തെയും അതിന് മുമ്പ് എടുത്തത്. പിന്നെ നോക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഷാർപ്പായിട്ടാണ് പാടി. ഷാനെ നോക്കിയപ്പോ ഷാർപ്പായിട്ട് അങ്ങ് പാടി. അതെന്താ അങ്ങനെ? അതുപോലെ എനിക്ക് വേറൊരു ഇത് ഇവിടെ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെക്കുന്നു. ബാക്കി രണ്ടുപേരും പടത്തലവ. ആ പടത്തലവയ്ക്കകത്ത് വേറെ എന്തോ ഒരു മണുമണാന്നൊരു സാധനം പാടി. അതൊരു കൊള്ളത്തില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ശരിയായിക്കൊള്ളുക, കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഈ പാട്ട് അങ്ങനെ പിച്ചിക്കേറേണ്ട ഒരു പാട്ടും അല്ലല്ലോ. വളരെ ക്യൂട്ടായിട്ട് നമ്മുടെ മഞ്ജരി പാടിയ പാട്ടല്ലേ. അപ്പം അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട് ആ പാട്ടിന്. അപ്പം അത് ഒരു രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക കുറേയും കൂടെ, കേട്ടോ. നമ്മുടെ കോറസുകാർ അതിഭീകരമായ ജലദോഷവും കൊണ്ട് നിന്ന് രണ്ടുപേരും മൂക്കള ചിന്തലും അതിൻ്റെ കൂടെ പാട്ട് പാടലും അവരൊക്കെ എന്തൊക്കെയാലും പ്രശംസനീയമാണ് അവരുടെ വർക്ക്. നല്ല അവരുടെ ജോലി ചെയ്തു. അതായത് പറയാതിരിക്കാൻ വയ്യ പാവങ്ങൾ. അവർക്ക് രണ്ടുപേർക്ക് ഫിസിക്കലി ഡൗൺ. ചേച്ചി എന്റെ കോറസ് പാടാൻ വേണ്ടിട്ടാ വന്നത്, ശ്രേയിച്ച്. അതുവരെ എവിടെ ആയിരുന്നു? ഹോസ്പിറ്റലായിരുന്നു. അതാ തോന്നി. അത്രേ ഉള്ളൂ. താങ്ക് യു ശരത് സാർ.